കേന്ദ്രത്തെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെതിരെ കേരളത്തിൽ അമർഷം പുകയുകയാണ്. ശശി തരൂരിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നേതാക്കൾ. തരൂരിന് അനുകൂലമായി സർവേ നടത്തിയ വോട്ട് വൈബ് എന്ന ഏജൻസിയെ തരൂർ വിരുദ്ധ സംശയിക്കുന്നുണ്ട്. 4 മാസം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഏജൻസി കേരളത്തിൽ മാത്രം സർവേ നടത്തുന്നതിലെ താൽപര്യമാണ് സംശയത്തിന്റെ അടിസ്ഥാനം. മറ്റു നേതാക്കൾക്ക് ജനപിന്തുണയില്ലെന്ന് വരുത്താനാണ് സർവേ എന്നാണ് ആരോപണം. അതേസമയം സംസ്ഥാന കോൺഗ്രസ് ഒന്നടങ്കം തരൂരിനെതിരെ രംഗത്തെത്തുമ്പോഴും ഹൈക്കമാൻഡ് മൗനം തുടരുകയാണ്. വിവരങ്ങളുമായി ആർ റോഷിപാലും ആദിൽ പാലോടും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം ആർ റോഷിപാലിലേക്ക്. ആർ റോഷിപാൽ, ശശി തരൂർ എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ വേണമെങ്കിൽ BJP എന്ന് പറയാം. പക്ഷേ BJPയിലേക്ക് പെട്ടെന്നൊരു ലാൻഡിംഗ്, ഒരു ക്രാഷ് ലാൻഡിംഗ് ഒന്നും ശശി തരൂർ ഉദ്ദേശിക്കുന്നില്ല. BJPയും അങ്ങനെ ഒരു പദ്ധതി ഇടുന്നില്ല. എന്നാൽ പുറത്താക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കം മുന്നിൽ വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ, സർവേ, ഇതെല്ലാം വെച്ച് ഉയരുന്ന എതിർ സ്വരങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? സുജയ പാർവതി, സംസ്ഥാന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ശശി തരൂരിന്റെ ഈ നീക്കങ്ങളെ തന്ത്രപരമായ നീക്കങ്ങൾ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് വിട്ട് മറ്റൊരിടത്ത് അഭയം പ്രാപിക്കും എന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സർവേയെ കോൺഗ്രസ് നേതാക്കൾ കാണുന്നത്. തൽക്കാലത്തേക്ക് രൂക്ഷമായ പ്രതികരണമോ ഒന്നും വേണ്ട. അങ്ങനെ പ്രതികരിച്ച് തരൂരിന് വലിയ രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ട്. അതിനിടയിൽ ഈ തരൂരിനെ മുഖ്യമന്ത്രിയായി അനുയോജ്യനായ ഒരു നേതാവ് UDFൽ തരൂരാണെന്ന ഈ സർവേ, ആ സർവേ ഇപ്പോൾ സംശയത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത്. തരൂരിന് അനുകൂലമായി ഇപ്പോൾ സർവേ നടത്തിയ കമ്പനി, അവർ 4 മാസം മുമ്പാണ് പ്രവർത്തനം ആരംഭിച്ചത്. അവർക്ക് കേരളത്തിലെ ഈ സർവേയിൽ എന്താണ് താല്പര്യമെന്ന ചോദ്യം ഉയർത്തുന്നു. മാത്രവുമല്ല, അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ KC വേണുഗോപാൽ അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള നേതാക്കളാണ്. അതിൽ KC വേണുഗോപാൽ വളരെ പിന്നിലായി. ആ സർവേയിൽ ഏറ്റവും മോശം അഭിപ്രായമാണ് KC വേണുഗോപാലിന്, ഏറ്റവും കുറഞ്ഞ ജനപിന്തുണ KC വേണുഗോപാൽ. ഒരുപക്ഷെ ശശി തരൂർ ലക്ഷ്യമിടുന്നത് KC വേണുഗോപാലിനെയാണെന്ന രീതിയിലാണ് ആ സർവേ എന്ന് ശശി തരൂർ വിരുദ്ധർ പറയുന്നു. KC വേണുഗോപാലിനെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു സർവേ വന്നിരിക്കുന്നത്. അത് തരൂരിന് അനുകൂലമായ സർവേ. അവരുടെ സർവേക്ക് പിന്നിലുള്ളവരുടെ ലക്ഷ്യം KC വേണുഗോപാലാണെന്ന് പറയുന്നു. കാരണം അതിൽ VD സതീശന് അനുകൂലമായും K മുരളീധരൻ അനുകൂലമായും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായും ഒക്കെ ജനപിന്തുണയുള്ളതായി കാണിക്കുന്നു. പക്ഷേ ചിത്രത്തിൽ KC വേണുഗോപാൽ ഇല്ല. എന്നിട്ടും KC വേണുഗോപാൽ ഒന്നും മിണ്ടുന്നില്ല. അതാണ് ഇവിടെ സംശയം ഉണ്ടാക്കുന്നത്. റോഷിപാൽ, നമുക്ക് ആദിൽ പാലോടിനോട് ചോദിക്കാം. ആദിൽ പാലോട്, ഗുഡ് ഈവനിംഗ്. KC വേണുഗോപാലാണ് ഈ സർവേയിൽ പിന്നിലെന്ന് നമ്മുടെ റോഷിപാൽ പറയുന്നു. ശശി തരൂരിന് തൊട്ട് പിന്നിൽ VD സതീശൻ നിൽക്കുന്നു. K മുരളീധരൻ അടക്കം മുന്നിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ KC വേണുഗോപാലും അതിന്റെ ഭാഗമാണല്ലോ. KC എന്താണ് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്? തൽക്കാലം ഒന്നും മിണ്ടേണ്ടതില്ല എന്നുള്ളതാണ്. അവസാനവും അല്പസമയം മുൻപും നമ്മൾ പല നേതാക്കളെയും വിളിച്ചത് സംബന്ധിച്ചുള്ള പ്രതികരണം ആവശ്യപ്പെടുമ്പോൾ കിട്ടുന്ന മറുപടി, ഹൈക്കമാൻഡിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്, പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ അടക്കമുള്ള നിർദ്ദേശമുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്ത് വലുതാക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. മാത്രമല്ല, BJPയിലേക്ക് പോകാൻ തരൂർ പദ്ധതിയിടുന്നു എന്ന കൃത്യമായ ധാരണ കോൺഗ്രസിനുണ്ട്, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള അഭിപ്രായമുണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡും ഔദ്യോഗിക നേതൃത്വവും വ്യക്തമാക്കും. അല്ലാതെ വക്താക്കൾ ഇക്കാര്യത്തിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ല, ട്വീറ്റുകളോ ഏതെങ്കിലും കുറിപ്പുകളോ പങ്കുവെക്കേണ്ടതില്ല, പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ചർച്ച ചെയ്തൊരു വലുതാക്കുക മാത്രമല്ല, BJPയിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പത്തിലാക്കുക, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത് ഇപ്പോൾ തൽക്കാലം ആലോചിക്കേണ്ടതില്ല എന്നുള്ളതാണ് നേതൃത്വത്തിലെ ധാരണ. സുജയ, വളരെ പ്രധാനമാണ്. ആവർത്തിച്ചുള്ള പ്രകോപനം കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയും BJPയെയും പ്രധാനമന്ത്രിയെയും പ്രശംസിച്ചും നടത്തുന്ന തുടരെയുള്ള എന്നെ ഒന്ന് പുറത്താക്കൂ എന്ന് പറയുന്ന രീതിയിലാണ് ഈ സർവേയും പ്രതികരണങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വന്ന പ്രസംഗത്തിന്റെ ഭാഗമടക്കം അതടക്കം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡിന് ഇതെല്ലാം അവഗണിച്ച് എല്ലാം കണ്ടില്ലെന്ന് നടിച്ച് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയുക? കേരളത്തിൽ സർവേ നടത്തുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ താനാണ് എന്ന സർവേ പങ്കുവയ്ക്കുന്നു. അങ്ങനെ തുടരെ പ്രകോപനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ശശി തരൂർ. കോൺഗ്രസ് നടപടിയെടുത്താൽ കോൺഗ്രസിനെ തെറ്റു പറയാൻ കഴിയില്ല എന്ന് സാധാരണക്കാരൻ തോന്നുന്ന തരത്തിലേക്ക് ആ നീക്കങ്ങൾ പോവുകയും ചെയ്യുകയാണ്. ലക്ഷ്യമെന്താണ്? കോൺഗ്രസ് ആ ലക്ഷ്യത്തിൽ, ആ കുഴിയിൽ, ശശി തരൂർ കുഴിച്ച കുഴിയിൽ വീഴുമോ? അതാണ് അറിയേണ്ടത്. താങ്ക് യു റോഷിപാൽ ആൻഡ് ആദിൽ പാലോട്.